കാണാതായ 15-കാരിയെയും 42-കാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കാസർഗോഡ് പൈവളികയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയുടെയും അയൽവാസിയായ യുവാവിന്റെയും മൃതദേഹം പെൺകുട്ടിയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കണ്ടെത്തിയതെന്ന് പഞ്ചായത്ത് അംഗമായ അശോക് ഭണ്ഡാരി. ഇവരെ കാണാതായ അന്ന് രാത്രി തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവണമെന്നാണ് സംശയിക്കുന്നത്. പെൺകുട്ടിയുമായി ഇയാൾ നാടുവിട്ടിരിക്കാമെന്നാണ് പോലീസ് കരുതിയത്. എന്നാൽ ഫോണിന്റെ ലൊക്കേഷൻ വീടിനടുത്ത് നിന്ന് തന്നെ കാണിക്കുകയായിരുന്നുവെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു. വീടിന്റെ പ്രദേശത്തുള്ള കുന്നിനടുത്ത് പരിശോധിച്ചിരുന്നു. അവിടെ നിന്ന് ഒന്നും കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ നാട്ടുകാരോടൊപ്പം പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് താഴെ എത്തിയപ്പോൾ മൃതദേഹം കണ്ടത്. പെൺകുട്ടിയുടെ വീടിന്റെ 200 മീറ്ററിനടുത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെയുള്ള ഗ്രൗണ്ടിനടുത്താണ് കണ്ടത്. ഇവിടെ അക്വേഷ്യയുടെ ചെറിയ തൈ മരങ്ങളാണുള്ളത്. വീടിന്റെ അടുത്ത് തിരയേണ്ടതില്ലല്ലോ എന്ന് കരുതി പരിശോധിച്ചില്ലെന്നും അശോക് ഭണ്ഡാരി പറയുന്നു. അതേസമയം പെൺകുട്ടിയുടെയും യുവാവിന്റെയും മൃതദേഹങ്ങൾക്ക് 1.5 ആഴ്ചത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. അഴുകിയ നിലയിലായിരുന്നു 2 മൃതദേഹങ്ങളും കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപം ഇരുവരുടെയും മൊബൈൽ ഫോണുകളും ഒരു കത്തിയും കിറ്റ്കാറ്റ് കവറും കണ്ടെത്തിയിട്ടുണ്ട്. 26 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പെൺകുട്ടിയെയും സമീപവാസിയായ 42-കാരനെയും കാണാതായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു പെൺകുട്ടി. ഓട്ടോ ഡ്രൈവറായിരുന്നു യുവാവ്. ഇരുവരും തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 12-നായിരുന്നു പെൺകുട്ടിയെ കാണാതാകുന്നത്. തങ്ങൾ ഉറക്കമുണർന്നപ്പോൾ മകൾ വീട്ടിലില്ലായിരുന്നുവെന്നാണ് പിതാവ് പോലീസിൽ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫെബ്രുവരി 12-ന് പുലർച്ചെ 3:30-ഓടെ പെൺകുട്ടിയെ കാണാതായി എന്ന് വ്യക്തമായി. മൊബൈൽ ഫോൺ മാത്രമായിരുന്നു പെൺകുട്ടിയുടെ കൈവശം ഉണ്ടായിരുന്നതെന്നും പോലീസ് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രദേശത്ത് ഓട്ടോ ഓടിച്ചിരുന്ന യുവാവിനെ ഇതേ ദിവസം തന്നെ കാണാതായി എന്ന കാര്യവും കണ്ടെത്തുന്നത്. പെൺകുട്ടിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പൈകവളിക്ക് സമീപം വനത്തിനുള്ളിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച പരിശോധന നടത്തിയെന്നെങ്കിലും യാതൊരു തുമ്പും ലഭിച്ചിരുന്നില്ല. പെൺകുട്ടിയുടെ കുടുംബം കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തതോടെയാണ് അന്വേഷണം ഊർജിതമായത്.